ഉയിർപ്പുകാലം ആറാം ശനി. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു. 2 ഗർഭിണികളുടെ കൂട്ടിമുട്ടലാണ് ഇന്നത്തെ ചിന്താവിഷയം. അതിൽ ഒരാൾ വാർദ്ധക്യത്തിലും മറ്റൊരാൾ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഗർഭവതികളായവരാണ്. അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടലിലൂടെയാണ് രണ്ടുപേരും അമ്മമാരാകുന്നത്. ഏകദേശം 70 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് മറിയം തന്റെ ഇളയമ്മയെ സന്ദർശിക്കാൻ എത്തുന്നത്. അമ്മമാർ തമ്മിലുള്ള സംഗമം 2 കുഞ്ഞുങ്ങളുടെയും സംഗമമായി തീർന്നു. മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തും അവളുടെ ഗർഭസ്ഥ ശിശുവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. കുഞ്ഞു ഉദരത്തിനുള്ളിൽ കുതിച്ചു ചാടിയെന്നാണ് നാം വായിക്കുന്നത്. അമ്മയിലുണ്ടാകുന്ന വികാരവിചാരങ്ങളൊക്കെ ശിശുക്കളും അറിയുന്നുണ്ട് എന്ന ആധുനിക വൈദ്യശാസ്ത്രജ്ഞാനം പുരാതന കാലത്ത് സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നു എന്നത് സുവിശേഷം ദൈവനിവേശിതമാണെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. രക്ഷകനായ ക്രിസ്തുവാണ് തങ്ങളെ സന്ദർശിച്ചിരിക്കുന്നതെന്ന് ആ അമ്മയും കുഞ്ഞും തിരിച്ചറിയാൻ ആത്മാവാണ് അവരിൽ പ്രവർത്തിച്ചത്. മിശിഹാകാലം സമാഗതമായെന്ന തിരിച്ചറിവാണ് അവരിൽ ആനന്ദമുളവാക്കിയത്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് പരിശുദ്ധാത്മ പ്രചോദിതയായി എലിസബത്ത് ഉദ്ഘോഷിച്ചു. മറിയം കർത്താവിന്റെ അമ്മയാണെന്ന ഈ അഭിവാദനമാണ് ദൈവത്തിന്റെ അമ്മയാണ് മറിയം എന്ന സഭാവിശ്വാസത്തിന്റെ ആധാരം. അന്നും ഇന്നും എന്നും അവൾ ദൈവത്തിലെ 2-ാം ആളായ പുത്രൻ തമ്പുരാന്റെ അമ്മ തന്നെയാണ്. അത് അവളുടെ യോഗ്യതയല്ല, ദൈവത്തിന്റെ കൃപയാണ്. ദൈവകൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോടുകൂടെ, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നിങ്ങനെയുള്ള ദൈവദൂതന്റെ അഭിവാദനവും ഇതേ സത്യം തന്നെയാണ് ലോകത്തോട് വിളംബരം ചെയ്യുന്നത്. എലിസബത്തിന്റെ അഭിവാദനം ക്രിസ്തുശാസ്ത്രവും മരീശാസ്ത്രവുമായി ആദിമസഭയിൽ രൂപാന്തരം പ്രാപിച്ചു. വളർന്ന ശേഷം അവളുടെ മകനും അത് ഏറ്റുപറയുന്നു. എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. വാഗ്ദാന പെട്ടകം ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാവീദ് ഉച്ചരിച്ച വാക്കുകളെയും ജനം ഏറ്റുപറഞ്ഞ വാക്കുകളെയും ഇത് അനുസ്മരിക്കുന്നു. പരിവാരസമേതം ആഘോഷമായി പൂർവ്വപിതാക്കന്മാർ ചുമന്ന വാഗ്ദാന പെട്ടകം ഇന്നിവിടെ മറിയത്തിലൂടെ സഞ്ചരിക്കുന്ന വാഗ്ദാന പേടകമായി മാറുന്നു. ഗബ്രിയേൽ ദൂതൻ തുടക്കമിട്ട മരിയസ്തുതി എലിസബത്തും പിന്നീട് സ്നാപക യോഹന്നാനും ഇന്നിപ്പോൾ സഭ മുഴുവനും വിശ്വാസസത്യം